കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡുകളുടെ പൊതുവായ സ്വഭാവങ്ങൾ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന്, ആസിഡിലെ പൊതു ഘടകം, കോമൺ കമ്പോണന്റ് ഇൻ ആസിഡ്സ്. രണ്ടാമത്തത്, ആസിഡിൻ്റെ ബേസികത, ബേസിസിറ്റി ഓഫ് ആസിഡ്സ്. ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 81, പേജ് നമ്പർ 81 ടേബിൾ 5.2 അത് പൂർത്തീകരിക്കേണ്ടതാണ്. അതായത് ചില ആസിഡുകളുടെ പേരുകൾ തന്നിട്ടുണ്ട്. അവയുടെ രാസസൂത്രം, കെമിക്കൽ ഫോർമുല എഴുതാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ആദ്യം ആ പട്ടിക ഒന്ന് പൂർത്തീകരിച്ചുകൊണ്ട് ക്ലാസ് തുടങ്ങാം. ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl, നൈട്രിക് ആസിഡ് HNO3, കാർബോണിക് ആസിഡ് H2CO3, സൾഫ്യൂരിക് ആസിഡ് H2SO4. ഇതുകൂടാതെ ഒരു ആസിഡും കൂടി അതിനോട് കൂടി നിങ്ങൾ ചേർത്ത് പഠിക്കുക, ഫോസ്ഫോറിക് ആസിഡ് H3PO4. പട്ടിക കംപ്ലീറ്റ് ചെയ്തു. ഇവയുടെ രാസസൂത്രങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ, കെമിക്കൽ ഫോർമുല പരിശോധിക്കുകയാണെങ്കിൽ അവിടെ പൊതുവായ ഒരു ഘടകമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രാസസൂത്രം ഒന്നുകൂടെ നോക്കുക. ഇവയിലെല്ലാം ഉള്ള പൊതുവായ ഘടകം, കോമൺ കമ്പോണന്റ് ഏതാണ്? ഹൈഡ്രജനാണ്. ആസിഡുകളുടെ പൊതുവായ സ്വഭാവത്തിന് കാരണം, കോമൺ പ്രോപ്പർട്ടീസിന് കാരണം ഈ ഹൈഡ്രജന്റെ സാന്നിധ്യമാണെന്ന് പറയാൻ കഴിയും. ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഇത് ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ വിപരീത ചാർജുള്ള അയോണുകളായി മാറുകയാണ് ചെയ്യുക. ഓപ്പോസിറ്റ്ലി ചാർജ്ഡ് അയോൺസ് ഫോം ചെയ്യും. നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അയോണുകൾ ഏതൊക്കെയാണെന്നുള്ള ആ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഹൈഡ്രോക്ലോറിക് ആസിഡ്, കുറച്ച് മുമ്പ് പറഞ്ഞു ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണെന്ന്, രാസസൂത്രം എന്താണെന്ന് പറഞ്ഞതാണ്. എന്താണ്? HCl. ജലത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്ര രണ്ട് അയോണുകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. രണ്ട് അയോണുകളാണ് ഫോം ചെയ്യുക. ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും. H+ ഹൈഡ്രജൻ അയോൺ, മറ്റൊന്ന് Cl- ക്ലോറൈഡ് അയോൺ. ഹൈഡ്രോക്ലോറിക് ആസിഡ് ജലത്തിൽ ലയിച്ചു കഴിയുമ്പോൾ ഉണ്ടാകുന്ന അയോണുകളാണ് ഹൈഡ്രജൻ അയോണും ക്ലോറൈഡ് അയോണും. ഇതുപോലെ നൈട്രിക് ആസിഡിന്റെ ഇക്വേഷൻ എഴുതി നോക്കാം. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HNO3. ഏതൊക്കെ അയോണുകളായിട്ടാണ് മാറുക? ഒരു പോസിറ്റീവ് അയോണും ഒരു നെഗറ്റീവ് അയോണും. H++ NO3-. ഇത് നൈട്രേറ്റ് അയോണാണ്. നൈട്രിക് ആസിഡ് ഏതൊക്കെ അയോണുകളായി മാറുന്നു? ഹൈഡ്രജൻ അയോണായും നൈട്രേറ്റ് അയോണായും മാറുകയാണ് ചെയ്യുക. ഈ രണ്ട് ഇക്വേഷൻ ഒന്ന് പരിശോധിക്കുക. ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഏതൊക്കെ അയോണുകളായി മാറി? ഹൈഡ്രജൻ അയോണും ക്ലോറൈഡ് അയോണുമായി മാറി. നൈട്രിക് ആസിഡ് ഏതെല്ലാം അയോണുകളായി മാറി? ഹൈഡ്രജൻ അയോണും നൈട്രേറ്റ് അയോണുമായിട്ട് മാറുകയാണ് ചെയ്തത്. ഇവിടെ പൊതുവായ അയോൺ ഏതാണ്? രണ്ടിടത്തുമുള്ള അയോൺ ഏതാണ്? ഹൈഡ്രജൻ അയോണാണ്. രണ്ട് സ്ഥലങ്ങളിലും ഹൈഡ്രജൻ അയോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ആസിഡുകളുടെ ഒരു പ്രത്യേകത ഏതാണ്? ജലത്തിൽ ലയിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രജൻ അയോണുകളെ നൽകുന്നവയാണ്. അതായത് ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കുന്നവയാണ്. നമുക്ക് ആസിഡുകൾക്ക് ഒരു നിർവചനം രൂപീകരിക്കാൻ കഴിയും. ജലീയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകളുടെ ഗാഢത വർദ്ധിപ്പിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ആസിഡുകൾ. ആസിഡ്സ് ആർ സബ്സ്റ്റൻസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രജൻ അയോൺസ് ഇൻ ആൻ അക്വസ് സൊല്യൂഷൻ. ഇവിടെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇവിടെ ഉണ്ടായ ഈ ഹൈഡ്രജൻ അയോണുകൾക്ക് സ്ഥിരത കുറവാണ്, സ്റ്റെബിലിറ്റി ഇല്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ അയോൺ ജലതന്മാത്ര, വാട്ടർ മോളിക്യൂൾസുമായിട്ട് ചേർന്ന് ഹൈഡ്രോണിയം അയോണായിട്ട് മാറുകയാണ് ചെയ്യുക. ഇവിടെ ഉണ്ടാകുന്ന ജലീയ ലായനിയിൽ ഉണ്ടാകുന്ന ഹൈഡ്രജൻ അയോണുകൾക്ക് സ്റ്റെബിലിറ്റി, സ്ഥിരത കുറവാണ്. അത്
വാട്ടർ മോളിക്യൂൾസ് ജല തന്മാത്രയുമായി ചേർന്ന് ഹൈഡ്രോണിയം അയോണായിട്ട് മാറുന്നു. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഹൈഡ്രജൻ അയോൺ H+, പ്ലസ് ഏത് മോളിക്യൂളുമായിട്ടാണ് ചേരുക? ജലതന്മാത്ര. ജലത്തിൻ്റെ തന്മാത്രാവാക്യം H2O ഗീവ്സ്. എന്താ ഉണ്ടാകുക? ഏതാണ് ഫോം ചെയ്യുന്നത്? ഹൈഡ്രോണിയം അയോണാണ്. എങ്ങനെയാണ് ഹൈഡ്രോണിയം അയോൺ എന്ന് എഴുതുക? ഇവിടെ ഈ ഹൈഡ്രജനെയും കൂടെ ഇതിൻ്റെ കൂടി ചേർക്കുക. ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനുമാണ്. ഇതിനെയും കൂടി ഇതിനോട് ചേർത്ത് കഴിഞ്ഞാൽ എന്താണ്? H3O. H3O+. ഇതാണ് ഹൈഡ്രോണിയം അയോൺ. ഈ ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നാം കഴിക്കുന്ന ആഹാര സാധനങ്ങളിൽ, പ്രത്യേകിച്ച് പുളിയുള്ള വസ്തുക്കളിൽ ചില ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ആ പുളിക്ക് കാരണം എന്ന് പറഞ്ഞത്. ഏതെല്ലാമാണെന്ന് ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? തക്കാളിയിൽ ഏത് ആസിഡാണ് ഉള്ളത്? ഓക്സാലിക് ആസിഡാണ്. നാരങ്ങാ നീരിലാണെങ്കിലോ സിട്രിക് ആസിഡ്. മോര്, തൈര് എന്നിവയിലാണെങ്കിൽ ലാക്റ്റിക് ആസിഡ്. അതുപോലെ വിനാഗിരി, ചില സ്ഥലങ്ങളിൽ സുർക്ക എന്ന് പറയും, അതിലടങ്ങിയിരിക്കുന്നത് അസറ്റിക് ആസിഡ്. ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഇവയെല്ലാം വീര്യം കുറഞ്ഞ ആസിഡുകളാണ്, കോൺസെൻട്രേഷൻ കുറഞ്ഞ ആസിഡുകളാണ്. ഇവയെല്ലാം ഓർഗാനിക് ആസിഡുകളാണ്. അതാണ് ഓർത്തിരിക്കേണ്ടത്. നാം കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ ഉള്ള വീര്യം കുറഞ്ഞ ആസിഡുകളെല്ലാം ഓർഗാനിക് ആസിഡുകളാണ്. ഓക്സാലിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, സിട്രിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഇതെല്ലാം ഓർഗാനിക് ആസിഡ്സ് ആണ്. എന്നാൽ പരീക്ഷണശാലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ചില ആസിഡുകളുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്. ഇവയൊക്കെ തീവ്രമായ ആസിഡുകളാണ്. പെട്ടെന്ന് പൊള്ളുന്നതാണ്. കയ്യിലൊക്കെ വീണ് കഴിഞ്ഞാൽ അത്രയും ഭാഗം കോശങ്ങൾ നശിച്ചു പോകും. അത്രയ്ക്ക് ശക്തിയേറിയ ആസിഡുകളാണ്, കോൺസെൻട്രേഷൻ കൂടിയ ആസിഡുകളാണ് ഈ പറഞ്ഞ സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം. ഇവയെല്ലാം മിനറൽ ആസിഡുകളാണ്. അപ്പോൾ ലിസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. മിനറൽ ആസിഡ്, കോൺസെൻട്രേഷൻ കൂടിയ, ഗാഢത കൂടിയ ആസിഡുകൾ, ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, അതുപോലെ സൾഫ്യൂരിക് ആസിഡ്. ഓർഗാനിക് ആസിഡ്സ്, വീര്യം കുറഞ്ഞ, കോൺസെൻട്രേഷൻ കുറഞ്ഞ ആസിഡ്സ്, ലാക്റ്റിക് ആസിഡ്, ഓക്സാലിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്. ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി പഠിക്കാനുള്ളത് ആസിഡിൻ്റെ ബേസികതയാണ്, ബേസിസിറ്റി ഓഫ് ആസിഡ്സ്. ഈ ക്ലാസ്സിൻ്റെ ആദ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് അയോണീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു ഇക്വേഷൻ എഴുതിയിരുന്നു. ആ ഇക്വേഷൻ ഒന്നുകൂടി നമുക്ക് എഴുതാം. HCl gives H++Cl-. ഇവിടെ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയ്ക്ക് നൽകാൻ കഴിയുന്നത് എത്ര ഹൈഡ്രജൻ അയോണുകളെയാണ്? എത്ര ഹൈഡ്രജൻ അയോണുകളെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയും? ഇവിടെ നോക്കിയാൽ അറിയാം, HCl ഒരു ഹൈഡ്രജൻ ഒരു ക്ലോറിനുമാണ്. അപ്പോൾ എത്ര ഹൈഡ്രജൻ അയോണിനെ ആയിരിക്കും നൽകാൻ കഴിയുക? ഒരെണ്ണത്തിനെയാണ്. ഇങ്ങനെ ഒരു ആസിഡിന് നൽകാൻ കഴിയുന്ന, ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണത്തെയാണ് ആസിഡിൻ്റെ ബേസികത, ബേസിസിറ്റി ഓഫ് ആസിഡ്സ് എന്ന് പറയുന്നത്. ഒരു ആസിഡ് തന്മാത്രയ്ക്ക് നൽകാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണമാണ് അതിൻ്റെ ബേസികത. The number of hydrogen ions that can be donated by one molecule of an acid is its basicity. അതായത് ഇവിടെ എഴുതിയിരിക്കുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡ് തന്മാത്രയ്ക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം 1 ആണ്. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ബേസിസിറ്റി അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ബേസികത 1 ആണ്. ഇത്തരം ആസിഡുകൾ വിളിക്കുന്ന പേര് ഏകബേസിക ആസിഡ് എന്നാണ്, മോണോബേസിക് ആസിഡ്സ്. ഏകബേസിക ആസിഡിന് ഉദാഹരണമാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ബേസികത 1 ആണെങ്കിൽ ആ ആസിഡിനെ ഏകബേസിക ആസിഡ് എന്ന് പറയുന്നു. ഉദാഹരണം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരു ഏകബേസിക ആസിഡാണ്. If the basicity is 1, it is called monobasic acid. For example, hydrochloric acid. അടുത്തത് വേറൊരു ആസിഡിന്റെ ബേസികത ഒന്ന് പരിശോധിച്ച് നോക്കാം, എത്രയാണ്? നൈട്രിക് ആസിഡ്. നൈട്രിക് ആസിഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്തില്ലേ, 5 to ഒരു 5 ആസിഡുകളുടെ പേരെഴുതി അതിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതിയിരുന്നല്ലോ. അത് നിർബന്ധമായും പഠിച്ചുകൊള്ളുക. കാരണം ഈ അധ്യായത്തിൽ പല സ്ഥലങ്ങളിലും ആവശ്യമായി വരും.
അതുപോലെ 10ാം ക്ലാസ് ചെന്ന് കഴിഞ്ഞത് അത്യാവശ്യം വേണ്ട കാര്യമാണ്. അത് കഴിഞ്ഞ് കെമിസ്ട്രി പഠിക്കുമ്പോഴും ഈ ആസിഡുകളുടെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് അത് അത്യാവശ്യമായിട്ട് പഠിച്ചു വയ്ക്കുക. അത് നോക്കിയാൽ അറിയാം നൈട്രിക് ആസിഡ് എന്ന് എങ്ങനെയാണ് എഴുതുക. നൈട്രിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല എന്താണ്? HNO3 അല്ലേ? HNO3 ഇതിപ്പോ ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് തന്നെ നമുക്കിവിടെ നോക്കിയാൽ അറിയാം ഈ നൈട്രിക് ആസിഡിന് നൽകാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നത് എത്ര ഹൈഡ്രജൻ അയോണിനെയാണെന്ന്. എത്ര എണ്ണത്തിനെയാണ്? ഒരെണ്ണത്തിനെയാണ്. അപ്പം നമുക്കിവിടെ അയോണീകരണ സമവാക്യം എഴുതാം, അയണൈസേഷൻ ഇക്വേഷൻ എഴുതാം. H++NO3-. ഇവിടെ നൈട്രിക് ആസിഡിന് നൽകാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം എത്രയാണ്? 1. അതുകൊണ്ട് നൈട്രിക് ആസിഡിന്റെ ബേസിസിറ്റി അല്ലെങ്കിൽ ബേസികത എത്രയാണ്? 1. അതുകൊണ്ട് ഈ നൈട്രിക് ആസിഡും ഏത് വിഭാഗത്തിൽ വരുന്നത് തന്നെയാണ്? മോണോ ബേസിക് ആണ്, ഏക ബേസിക ആസിഡാണ്. ഏക ബേസിക് ആസിഡിന്റെ 2 ഉദാഹരണങ്ങൾ കണ്ടു. 1 ഹൈഡ്രോക്ലോറിക് ആസിഡ്, 2 നൈട്രിക് ആസിഡ്. അടുത്തത് സൾഫ്യൂരിക് ആസിഡ്. എങ്ങനെയാ സൾഫ്യൂരിക് ആസിഡ് എന്ന് എഴുതുക? കെമിക്കൽ ഫോർമുല എന്താണ്? H2SO4. H2SO4. നേരത്തെ എഴുതിയതുപോലല്ല. ഹൈഡ്രോക്ലോറിക് ആസിഡിലും നൈട്രിക് ആസിഡിലും വിട്ടുകൊടുക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം 1 ആയിരുന്നു. പക്ഷെ ഇവിടെ എത്ര എണ്ണം ഉണ്ടാവും? 2 എണ്ണം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതിന്റെ അയണൈസേഷൻ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് 2 സ്റ്റെപ്പുകൾ ഉണ്ടാവും. ഓരോ സ്റ്റെപ്പിലും ഓരോ ഹൈഡ്രജൻ അയോണിനെ വീതമാണ് ഡൊണേറ്റ് ചെയ്യുക. നമുക്കൊന്ന് എഴുതി നോക്കാം എങ്ങനെയാണെന്ന്. അപ്പൊ ഇവിടെ ആദ്യം ഈ കാണുന്നതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ അയോൺ ഫോം ചെയ്യും. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ട്, അതിൽ നിന്ന് ഒരെണ്ണം ഹൈഡ്രജൻ അയോണായി മാറും, H+. ബാക്കിയുള്ള എന്തൊക്കെയാണ് ഇവിടെ? ഈ കാണുന്നതിൽ നിന്ന് ഒരെണ്ണമാണ് മാറിയത്. ബാക്കി എന്ത്? ഇവിടെ ബാക്കി ഒരു ഹൈഡ്രജൻ കൂടിയുണ്ട്. അതിന്റെ കൂടെ ഏതുകൂടി ചേരുക? SO4 കൂടി ചേർത്ത് കഴിഞ്ഞാൽ HSO4-. പോസിറ്റീവ് അയോൺ, നെഗറ്റീവ് അയോൺ. ഇത് ബൈസൾഫേറ്റ് അയോൺ ആണ്. ബൈസൾഫേറ്റ് അയോൺ. അപ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ സ്റ്റെപ്പില് സൾഫ്യൂരിക് ആസിഡ് തന്മാത്ര ഒരു ഹൈഡ്രജൻ അയോണിനെ ഡൊണേറ്റ് ചെയ്ത് ഹൈഡ്രജൻ അയോണും ബൈസൾഫേറ്റ് അയോണുമായി മാറുന്നു. ഇപ്പോഴും ഈ ബൈസൾഫേറ്റ് അയോണിൽ ഒരു ഹൈഡ്രജൻ ആറ്റം കൂടിയുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജൻ ആറ്റത്തെ വീണ്ടും എന്ത് ചെയ്യുന്നു? ഹൈഡ്രജൻ അയോണായി മാറ്റുകയാണ് ചെയ്യുക. നമുക്കത് എഴുതാം. അപ്പോൾ ഈ കാണുന്ന ഇതുപോലെ തന്നെ എന്ത് ചെയ്യുക? സെക്കൻഡ് സ്റ്റെപ്പിൽ എഴുതുക. ബൈസൾഫേറ്റ് അയോൺ HSO4- gives. ഇത് ഹൈഡ്രജൻ അയോണായി മാറുന്നു, H++. ബാക്കി വരുന്ന എന്തൊക്കെയാണ് ഇവിടെ? SO4- അല്ലേ? അപ്പം ഇവിടെ SO4-. ഇത് സൾഫേറ്റ് റാഡിക്കലാണ്, അതിന്റെ സംയോജകതയാണ് 2 എഴുതിയിരിക്കുന്നത്. അപ്പം ഇവിടെ SO4-, പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും. ഇത് സൾഫേറ്റ് അയോണാണ്. ഇത് മുഴുവനായിട്ട് ആദ്യം മുതൽ ഒന്നുകൂടെ പറയാം. സൾഫ്യൂരിക് ആസിഡ് തന്മാത്ര ആദ്യം ബൈസൾഫേറ്റ് അയോണായും സെക്കൻഡ് സ്റ്റെപ്പിൽ ബൈസൾഫേറ്റ് അയോൺ സൾഫേറ്റ് അയോണായും മാറുന്നു. ഇതിനെയും 2 ഇക്വേഷൻ ഒന്നിച്ച് ചേർത്ത് എഴുതാം. അതായത് ഈ കാണുന്ന 2 ഭാഗങ്ങളുണ്ടല്ലോ, ഇതിനെ 2 കൂടെ ഒഴിവാക്കിയിട്ട് എഴുതിയാൽ മതി. എങ്ങനെയാണ് നോക്കിക്കൊള്ളുക. H2SO4 gives എത്ര H+ ഉണ്ട്? 2 എണ്ണം. 2H++. പിന്നെ ഇത് എഴുതിയാൽ മതി, SO4-. ഇങ്ങനെയും നമുക്ക് ആ ഇക്വേഷൻ എഴുതാം. ഇതിലേതാണോ എഴുതാൻ എളുപ്പം ആ രീതിയിൽ എഴുതുക. ഇവിടെ എത്ര ഹൈഡ്രജൻ അയോണിനെ ഡൊണേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട് സൾഫ്യൂരിക് ആസിഡ് തന്മാത്രയ്ക്ക്? 2. അതുകൊണ്ട് ഇത് ഏകബേസികമല്ല, മോണോബേസിക് അല്ല. പിന്നെന്താണ്? ദ്വിബേസികമാണ്, ഡൈബേസിക് ആണ്. സൾഫ്യൂരിക് ആസിഡ് ദ്വിബേസിക് ആസിഡാണ്, ഡൈബേസിക് ആസിഡ്സ് ആണ്. ഒരു ആസിഡിന്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നു. ദ്വിബേസിക ആസിഡിന് ഉദാഹരണമാണ് സൾഫ്യൂരിക് ആസിഡ്. ഇഫ് ദ ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ് ഈസ് 2, ഇറ്റ് ഈസ് സെഡ് ടു ബി എ ഡൈബേസിക് ആസിഡ്. എക്സാമ്പിൾ സൾഫ്യൂരിക് ആസിഡ്. അടുത്തത് ഫോസ്ഫോറിക് ആസിഡിന്റെ ബേസികത അല്ലെങ്കിൽ ബേസിസിറ്റി എത്രയാണെന്ന് നോക്കണം. അത് ഏത് വിഭാഗത്തിൽ വരുന്ന ആസിഡാണെന്ന് നോക്കണം. ഫോസ്ഫോറിക് ആസിഡ് നമ്മൾ ടേബിൾ 5-2 കംപ്ലീറ്റ് ചെയ്തപ്പോൾ അതിലില്ലാത്ത ഒരു ആസിഡ് എഴുതി ചേർത്തോളാൻ പറഞ്ഞിരുന്നു.
എന്തായിരുന്നു അതിൻ്റെ കെമിക്കൽ ഫോർമുല, രാസസൂത്രം? ഫോസ്ഫോറിക് ആസിഡിൻ്റെ H3PO4. ഇവിടെ ഇത് കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലായി. എത്ര ഹൈഡ്രജൻ അയോണിനെ നൽകാൻ കഴിയും ഇവിടെ? 3 എണ്ണത്തിന്. അതായത് ഇതിൻ്റെ അയണൈസേഷൻ ഇക്വേഷൻ എഴുതുമ്പോൾ എത്ര സ്റ്റെപ്പുകൾ ഉണ്ടാവും, എത്ര ഘട്ടങ്ങളായിട്ട് എഴുതണം? 3 ഘട്ടങ്ങളായിട്ട് എഴുതണം. ലാസ്റ്റ് നമുക്ക് ഒന്നിച്ചെഴുതാം. ഇപ്പം ആ 3 ഘട്ടങ്ങളായി തന്നെ എഴുതാം. അതായിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാൻ എളുപ്പം. അപ്പം ഇവിടെ തുടങ്ങാം. ആദ്യം ഒരു ഹൈഡ്രജൻ അയോൺ ഫോം ചെയ്യും. ഇവിടെ H+. ബാക്കി വരുന്നത് എന്താണ്? 3 ഹൈഡ്രജൻ ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം ഇങ്ങോട്ട് പോയി. ബാക്കി വരുന്നത് H2PO4. ഇതിന്റെ പേര് ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ എന്നാണ്. അപ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ഫസ്റ്റ് സ്റ്റെപ്പിൽ അയോണീകരിക്കപ്പെടുമ്പോൾ ഹൈഡ്രജൻ അയോണും ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോണും ഉണ്ടാവും. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ഈ ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോണാണ് അയോണീകരിക്കപ്പെടുക, അയണൈസ് ചെയ്യുക. ഇനി ഇവിടെ നോക്കാം. H2PO4- ഗീവ്സ്, ഇവിടുന്ന് ഒരു ഹൈഡ്രജൻ അയോൺ അങ്ങോട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ H++, 2ൽ 1 അങ്ങോട്ട് പോയി. ബാക്കി ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, HPO4-. ഇതിന്റെ പേര് ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ എന്നാണ്. ഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ. ഇപ്പോഴും ഹൈഡ്രജൻ ഇവിടെ ഉണ്ട്. അടുത്ത സ്റ്റെപ്പിൽ ഈ ഹൈഡ്രജൻ എന്തായി മാറണം? ഹൈഡ്രജൻ അയോണായി മാറണം. ഇത് തന്നെ ഇങ്ങോട്ട് എഴുതുക. HPO4-, ഗീവ്സ് H++. ഈ ഹൈഡ്രജനും മാറി. ബാക്കി ഇനി വരുന്നത് PO4-. ഇതാണ് ഫോസ്ഫോറിക് ആസിഡിന്റെ അയോണീകരണ സമവാക്യം, അയണൈസേഷൻ ഇക്വേഷൻ. 3 സ്റ്റെപ്പുകൾ ഉണ്ടാവും, 3 ഘട്ടങ്ങളുണ്ട്. നമുക്ക് ഈ 3 ഘട്ടങ്ങളെയും കൂടെ ഒന്നിച്ച് ചേർത്ത് എഴുതാം. നേരത്തെ പറഞ്ഞു, ഇതിനെ നമുക്ക് ഒഴിവാക്കാം, ഈ കാണുന്ന ഒഴിവാക്കാം, ഇതൊഴിവാക്കാം, ഈ കാണുന്ന ഒഴിവാക്കാം. ബാക്കിയെല്ലാം കൂടി എഴുതിയാൽ മതി. H3PO4 ഗീവ്സ് എത്ര ഹൈഡ്രജൻ അയോൺ ഉണ്ട്? 3. 3H++, PO4-. ഇതാണ് ഇക്വേഷൻ. ടെക്സ്റ്റ് ബുക്കിൽ ഈ കാണുന്ന ഇക്വേഷനാണ് തന്നിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിലും ഇതാണ് എഴുതേണ്ടത്. മിക്കവാറും ഇതിൽ ഏതെങ്കിലും ഒരു ഭാഗം വിട്ടുകളഞ്ഞിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയായിരിക്കും ചോദിക്കുക. അപ്പം ഇവിടെ ഫോസ്ഫോറിക് ആസിഡിന് നൽകാൻ കഴിയുന്ന ഹൈഡ്രജൻ അയോണുകളുടെ എണ്ണം 3 ആണ്. അതായത് ബേസികത, ഫോസ്ഫോറിക് ആസിഡിന്റെ ബേസിസിറ്റി 3 ആണ്. ഇത് ട്രൈബേസിക് ആസിഡാണ്, ത്രിബേസിക ആസിഡാണ്. ഇപ്പം 3 ആസിഡുകളാണ് നമ്മൾ പഠിച്ചത്. ഏകബേസികം, ദ്വിബേസികം, ത്രിബേസികം. അത് എന്തൊക്കെയാണെന്നും അതിന് ഓരോന്നിനും ഉദാഹരണം എന്താണെന്നും ഒരു പ്രാവശ്യം കൂടി നോക്കാം. ബേസികത 1 ആണെങ്കിൽ അതിനെ ഏകബേസിക ആസിഡ് എന്ന് പറയുന്നു. ഉദാഹരണം ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്. If the basicity is 1, it is called monobasic acid. Example, hydrochloric acid, nitric acid. ഒരു ആസിഡിന്റെ ബേസികത 2 ആണെങ്കിൽ അതിനെ ദ്വിബേസിക ആസിഡ് എന്ന് പറയുന്നു. ഉദാഹരണം സൾഫ്യൂരിക് ആസിഡ്, ദ്വിബേസിക ആസിഡ്. If the basicity of an acid is 2, it is said to be a dibasic acid. Sulfuric acid is dibasic. ഒരു ആസിഡിന്റെ ബേസികത 3 ആണെങ്കിൽ അതിനെ ത്രിബേസിക ആസിഡ് എന്ന് പറയുന്നു. ഉദാഹരണം ഫോസ്ഫോറിക് ആസിഡ് ഒരു ത്രിബേസിക ആസിഡാണ്. If the basicity is 3, the acid is called a tribasic acid. Example, phosphoric acid, H3PO4. 2 ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇത് കഴിഞ്ഞ് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ ഉണ്ടാവും. അത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. അത് നോട്ട്ബുക്കിലേക്ക് എഴുതണം, ഉത്തരങ്ങൾ കണ്ടെത്തുക. ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.